സ്വാഗതം എല്ലാവർക്കും. വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനിലേക്ക്. നമ്മൾ കഴിഞ്ഞ ദിവസം വരാൻ പോകുന്ന എക്സാമുമായി ബന്ധപ്പെട്ടുള്ള മാത്സിലെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വരും ദിവസങ്ങളിൽ ഇതുപോലെ തന്നെയുള്ള മാതൃകാ ചോദ്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ഒന്ന് തറവായതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, പിന്നീട് മെല്ലെ ചോദ്യങ്ങളുടെ എണ്ണം കൂട്ടി വളരെ വേഗതയിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റണം. അപ്പോൾ നിങ്ങൾ ടോപ്പിക് വൈസിലെ കാര്യങ്ങളൊക്കെ കവർ ചെയ്യാനും കൂടെ ശ്രദ്ധിക്കണം. ഇനി അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ ടോപ്പിക് വൈസ് ആയിട്ടോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് വേസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ചർച്ച ചെയ്ത് പോകാം. ഓക്കെ, അപ്പോൾ അധികം സമയം കളയുന്നില്ല. കഴിഞ്ഞ ദിവസത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓരോ ചോദ്യം ഓരോ ടോപ്പിക്കാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ ചോദ്യം അടങ്ങിയിട്ടുള്ള ടോപ്പിക് ഏതാണോ അത് നിങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം, അറിയാത്തവരുണ്ടെങ്കിൽ. ക്ലിയർ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ചോദ്യത്തിലേക്ക് പോകാം. ഇന്നത്തെ ആദ്യത്തെ ചോദ്യം ഇതാണ്. 125 മീറ്റർ നീളമുള്ള തീവണ്ടി 90 km/മണിക്കൂർ വേഗത്തിൽ സഞ്ചരിക്കുന്നു. ഈ തീവണ്ടി 275 മീറ്റർ നീളമുള്ള ഒരു പാലം കടന്നു പോകാൻ എത്ര സമയമെടുക്കും എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമ്മളെ സ്പീഡ് ഡിസ്റ്റൻസ് ടൈം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ വരുന്ന ഒരു ചോദ്യമാണ്. അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ചോദ്യമാണ്, ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ഇവിടെ തന്ന കാര്യങ്ങൾ നിങ്ങളെല്ലാവരും നോക്കുക. എന്താണ് പറഞ്ഞാൽ, തീവണ്ടിയാണ് പോകുന്നത് അല്ലേ, ഒരു പാലം മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ വേഗതയും തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് വേണം, അത് മുറിച്ച് കടന്ന് പോകാൻ എത്ര സമയമെടുക്കുമെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, തീവണ്ടിയുടെ നീളം നമുക്ക് തന്നിട്ടുള്ള എത്രയാണെന്ന് ആലോചിച്ച് നോക്കിയാൽ, ഒന്ന് ഇവിടെ നിന്ന് നോക്കിയാൽ നീളം തന്നത് 125 മീറ്ററാണ്. മീറ്റർ. അതിൻ്റെ വേഗത നമുക്ക് തന്നിട്ടുണ്ട്, സ്പീഡ് എന്ന് പറയുന്ന സാധനം തന്നിട്ടുണ്ട്. വേഗത തന്നത് 90 km/മണിക്കൂർ എന്ന് വെച്ചാൽ മണിക്കൂറിൽ 90 km/ഹവറിലാണ് തന്നത് അല്ലേ. ആ തീവണ്ടി 275 മീറ്റർ നീളമുള്ള ഒരു പാലം കടന്നു പോകണം. അപ്പോൾ പാലമാണ്, അതിൻ്റെ നീളം എന്ന് പറയുന്നത് 275 മീറ്ററാണ്. ഈ പാലമാണ് നമുക്ക് കടന്നു പോകേണ്ടത് അല്ലേ. അപ്പോൾ അതിന് എത്ര സമയം എടുക്കുന്നതാണ് ചോദിച്ചു. അപ്പോൾ സമയം, ടൈം, ടി ആണ് നമുക്ക് വേണ്ടത്, സമയമാണ് വേണ്ടത്. നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഓപ്ഷൻ നോക്കിയേ, 8 സെക്കൻഡ്, 12 സെക്കൻഡ്, 16 സെക്കൻഡ്, 20 സെക്കൻഡ്. എല്ലാ സമയവും സെക്കൻഡിലാണ് തന്നിട്ടുള്ളത്. പക്ഷേ നമ്മുടെ വേഗത തന്നത് km/h, മണിക്കൂറിലാണ് ഇവിടെ ചോദ്യത്തിൽ തന്നത്. പക്ഷേ ഇവിടെ തന്നതൊക്കെ സെക്കൻഡിലാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഓപ്ഷൻ നോക്കിയിട്ട് അങ്ങനെ സെക്കൻഡിലാണ് തന്നതെങ്കിൽ ആ തന്ന വേഗതയും നമ്മൾ എന്ത് ചെയ്യണം, സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം, മാറ്റണം. അതായത് ഇവിടെ തന്നത് 90 km/h, അവർ എന്ന് വെച്ചാൽ മണിക്കൂറിൽ അല്ലേ, വേഗതയാണ് തന്നത്. അതിന് നമുക്ക് എന്ത് ചെയ്യണം, മീറ്റർ/സെക്കൻഡ് എന്ന് പറയുന്ന ഈ ഒരു യൂണിറ്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, കൺവേർട്ട് ചെയ്യണം, അതിനെ മാറ്റണം. എന്നാലേ നമുക്ക് ഉത്തരം ശരിയായിട്ട് കിട്ടും. അപ്പോൾ അതിന് നമ്മൾ പഠിച്ചൊരു കാര്യമുണ്ട്. എന്താണ്, നമ്മൾ എന്ത് ചെയ്താൽ മതി, 1 km/h എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 5/18 അല്ലേ, എന്താണ് 5/18 മീറ്റർ/സെക്കൻഡ് ആണെന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു പോയിന്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് 90 km/h എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ 90നെ 5/18 കൊണ്ട് നമുക്ക് ചെയ്താൽ, മൾട്ടിപ്ലൈ ചെയ്താൽ, ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും, അത് മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റിയ വേഗത കിട്ടും. അതായത് പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. 1 km/h എന്ന് പറഞ്ഞാൽ HR ആണ്, അവർ എന്ന് പറഞ്ഞാൽ എന്താണ്, 5/18 മീറ്റർ/സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടൊരു കാര്യമുണ്ട്. മീറ്റർ/സെക്കൻഡ് ആണ് അതിൻ്റെ കൺവേർഷൻ. അങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ 90 km/h എന്ന് പറയുന്നതിനെ മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, അതിനെയും 5/18 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ചെയ്യുന്ന മെത്തേഡ് ഇത്രയേ ഉള്ളൂ. 90 km/h എന്ന് പറയുമ്പോൾ അതിനെ സെക്കൻഡിലേക്ക്, മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റം ചെയ്യേണ്ടത് 90 ഗുണിക്കണം 5/18 എന്താണ്, 5/18 മീറ്റർ/സെക്കൻഡ് ആയിരിക്കും. ഇങ്ങനെ ഗുണിച്ച് കഴിഞ്ഞാൽ 5/18 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് മീറ്റർ/സെക്കൻഡിലുള്ള വേഗതയാണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കിട്ടും. 90നെയും 18നെയും നിങ്ങൾക്ക് രണ്ടിനും ചെയ്യാം. ഒന്ന് 90നെ 5 കൊണ്ട് ഗുണിച്ചിട്ട് അതിനെ 18 കൊണ്ട് നിങ്ങൾക്ക് ഹരിച്ചെടുക്കാം. വലിയ സ്റ്റെപ്പ് വരും, കുറച്ചധികം വരും. ഇവിടെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയാൻ പറ്റും. കാരണം 90 ഗുണിക്കണം 5, മറ്റേത് ഹരിക്കണം 18 ആണ്. അതിന് വേണമെങ്കിൽ ഇവിടെ തന്നെ 90നെ 18 കൊണ്ട് ഹരിച്ചതിന് ശേഷം കിട്ടുന്ന ആ ഉത്തരത്തിന് 5 കൊണ്ട് ഗുണിച്ചാലും മതി. അപ്പോൾ ഇവിടെ നോക്കിയേ, 90നെയും 18നെയും 10 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് കിട്ടുന്നത് 150 എന്ന് വെച്ചാൽ 18നെ 5 കൊണ്ട് ഗുണിച്ചാൽ 90 കിട്ടും. അതായത് 90ൽ എത്ര 18 ഉണ്ടെന്ന് നോക്കിയാൽ 5 18 ഉള്ളത് അല്ലേ, 5 തവണയാണ് 18 ഉള്ളത് 90ൽ. അപ്പോൾ നമ്മൾ ഉത്തരം എന്തായി, ഈ 5 ഗുണിക്കണം, ഇവിടെ ഓൾറെഡി ഉള്ള 5 ആണ്. 5 ഗുണിക്കണം 5 എന്ന് വെച്ചാൽ 25 എന്ന് കിട്ടും. 25 മീറ്റർ/സെക്കൻഡ് ആണ്. അതായത് 90 km/h എന്ന് പറയുന്ന വേഗതയെ മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റിയപ്പോൾ 25 മീറ്റർ/സെക്കൻഡ് ആക്കി മാറ്റി. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. നമുക്ക് വേണ്ട എന്താ,
സമയമാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു സമവാക്യമുണ്ട്. ഇങ്ങനെയാണ് സമവാക്യം. സ്പീഡ് അഥവാ വേഗത എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പറഞ്ഞിട്ടൊരു സമവാക്യമുണ്ട്. അതായത് ദൂരത്തെ സമയം കൊണ്ട് നമ്മൾ ഹരിച്ചാൽ നമുക്ക് സ്പീഡ് വേഗതയാണ് കിട്ടുക. ഇവിടെ നമുക്ക് ടൈമാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ അടുത്ത സ്റ്റെപ്പിൽ ഇങ്ങനെയും നമ്മൾ സമവാക്യം പഠിച്ചിട്ടുണ്ട്. ടൈം ടി ഈക്വൽ ടു എന്ത് എഴുതാം? ഡിസ്റ്റൻസ് ബൈ സ്പീഡ് അല്ലേ. ഡിസ്റ്റൻസ് അകലത്തെ വേഗത കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? സമയം കിട്ടും. ഇങ്ങനെ ചെയ്താൽ മതി. ഇനി നമുക്കിവിടെ തന്ന സാധനങ്ങൾ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കുക. ഒന്ന് ഡിസ്റ്റൻസ്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, തീവണ്ടിയും അത് കടക്കാനെടുക്കുന്ന പാലമൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നമുക്ക് ആ തീവണ്ടി കടന്നു പോകുന്ന ആകെ ദൂരം എന്ന് പറയുന്നത് ഈ പറഞ്ഞ തീവണ്ടിയുടെ നീളം മാത്രമല്ല, അത് കടക്കാനെടുക്കുന്ന ആ പാലത്തിൻ്റെ നീളം കൂടെ കൂട്ടണം. രണ്ടും കൂടെ കൂടിയതാണ് ആകെ ദൂരം. ഓക്കെ, ആ തീവണ്ടി സഞ്ചരിക്കുന്ന ആകെ ദൂരം എന്ന് വെച്ചാൽ രണ്ടും കൂടെ കൂട്ടിയതാണ്. അതായത് 125 തീവണ്ടിയുടെ നീളവും പാലത്തിൻ്റെ നീളവും കൂടെ കൂട്ടണം. രണ്ടും കൂടെ കൂട്ടി എത്ര കിട്ടും? 400 അല്ലേ വരിക അല്ലേ? 400 വരിക. അപ്പം 400 മീറ്ററാണ് ശരിക്കും എന്ത് ഈ പറഞ്ഞ തീവണ്ടിയുടെ ശരിക്കും അത് സഞ്ചരിക്കുന്ന ദൂരം. അപ്പോൾ ഡി കിട്ടി. ഇനി എസ് സ്പീഡ് ഇപ്പോൾ നമുക്ക് കിട്ടി 25 മീറ്റർ പെർ സെക്കൻഡ് ആണ് എന്നുള്ള കാര്യം കൂടെ കിട്ടി അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഉത്തരം വളരെ എളുപ്പത്തിൽ കിട്ടും. അതുകൊണ്ട് ടൈം സമം ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. ഡിസ്റ്റൻസ് നമുക്ക് 400 കിട്ടിയത്. അതിനെ സമയമായിട്ടുള്ള 25 കൊണ്ട് നിങ്ങൾ ഹരിച്ചാൽ മതി. എത്ര കിട്ടുക? ഇത് ഞാൻ ഒരു ട്രിക്ക് പറഞ്ഞാൽ നിങ്ങൾ 400 തന്നെ 25 കൊണ്ട് ഹരിക്കാനൊന്നും പോകണ്ട. 400 എന്ന് വെച്ചാൽ 4 ഗുണിക്കണം 100 ആണല്ലോ. അങ്ങനെയൊക്കെ ചെയ്യാം മനസ്സിൽ. 4 ഗുണിക്കണം 100 അപ്പോൾ അതിനെയും നിങ്ങൾ 25 കൊണ്ട് ഹരിച്ചാൽ മതി. 100 എത്ര 25 കൊണ്ട് നോക്കുക? 4 തവണയാണ്. അപ്പോൾ ആ 4നെ ഇവിടെയുള്ള 4 കൊണ്ട് നിങ്ങൾ ഗുണിച്ചാൽ മതി. അതാ 400 നമുക്ക് 4 ഗുണിക്കണം 100 എന്ന് എഴുതാം. അതിനെ 25 കൊണ്ടാണ് ഹരിക്കേണ്ടത്. അപ്പോൾ നേരിട്ട് 400 എത്ര 25 നോക്കുന്നതിന് പകരം 100 എത്ര 25 നോക്കിയാൽ മതി. 100 4 തവണയാണുള്ളത് അല്ലേ. അപ്പോൾ 4നെ ഈ 4 കൊണ്ട് ഗുണിച്ചാൽ 16 എന്നാണ് ഉത്തരം കിട്ടുക. അപ്പോൾ 16 സെക്കൻഡാണ് നമ്മുടെ ആൻസർ. 16 സെക്കൻഡാണ് ആൻസർ. ഓപ്ഷൻ നോക്കിയേ, ഇതാ ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഓപ്ഷൻ സി ആണ് 16 സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ് 16 സെക്കൻഡ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളായിട്ടൊരു ചോദ്യമാണ്. അപ്പോൾ ടോപ്പിക് അറിയുന്ന ഒരാൾക്ക് ഇത്രയും സമയം വേണ്ട. 1 മിനിറ്റിനുള്ളിൽ തന്നെ ഉത്തരത്തിലേക്ക് വളരെ പെട്ടെന്ന് എത്താൻ വേണ്ടി പറ്റും. അടുത്ത രണ്ടാമത്തെ ചോദ്യം. ചുവപ്പും നീലയും കലർത്തിയ പെയിൻറ് കൂട്ടിൽ അവയുടെ അംശബന്ധം 4:3 ഇത് 4:1 ആക്കണമെങ്കിൽ ചുവപ്പ് പെയിൻറ്റിൻ്റെ അളവ്, അതായത് ചുവപ്പ് പെയിൻറ്റിൻ്റെ എത്ര മടങ്ങ് അളവ് ചേർക്കണം എന്നാണ് ചോദിച്ചത്. ചോദ്യം ശരിക്കും മനസ്സിലാക്കണം. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു ക്വസ്റ്റൻ ആണ്. എന്താണ് പറഞ്ഞു നോക്കിയാൽ, ചുവപ്പും നീലയും കലർത്തിയ പെയിൻറ് കൂട്ടിൽ അവയുടെ അംശബന്ധം 4:3 അതായത് ഒരു പെയിൻറ്റിൻ്റെ കൂടുണ്ട്, ഒരു പെയിൻ്റ് ഉണ്ട്, അതിൽ ചുവപ്പും നീലയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള കൂടാണ്. ഓക്കെ, ചുവപ്പും നീലയും കൂടി മിക്സാണ് അതിൻ്റെ പിന്നെ കളർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ രണ്ടിൻ്റെ അളവൊന്നും നമുക്ക് തന്നിട്ടൊന്നുമില്ല. അതിൻ്റെ അംശബന്ധം തന്നിട്ടുണ്ട്. എത്രയാണ്? 4:3 അംശബന്ധം. അതായത് ചുവപ്പും നീലയും 4:3 എന്ന അംശബന്ധത്തിൽ എടുത്തിട്ടാണ് മിക്സ് ചെയ്തത്. 4 ലിറ്റർ ചുവപ്പ് എടുക്കുമ്പോൾ നീല 3 ലിറ്റർ എടുത്തിട്ടുണ്ടാവും, മിക്സ് ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ 4 മില്ലി ലിറ്ററാണ് ചുവപ്പ് എടുക്കുന്നതെങ്കിൽ നീല 3 മില്ലി ലിറ്റർ ആയിട്ട് എടുക്കുന്നുണ്ടാവുക. രണ്ടും കൂടെ മിക്സ് ചെയ്തു. അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഇനി ഇതിന് നമുക്ക് എന്ത് ചെയ്യണം? ആ മിക്സിലെ നമുക്ക് അംശബന്ധം 4:3 പകരം 4:1 ആക്കി മാറ്റണം. ഓക്കെ, 4:1 ആക്കണമെങ്കിൽ ചുവപ്പ് പെയിൻറ്റിൻ്റെ എത്ര മടങ്ങ് അളവും കൂടി ചേർക്കണം എന്നാണ് ചോദിച്ചത്. അതായത് ഇതിലേക്ക് വീണ്ടും ഇനി എത്രയും കൂടി മടങ്ങ് ചുവപ്പ് പെയിൻറ്റാണ് നമ്മൾ ഒഴിച്ചാലാണ് അതിൻ്റെ അംശബന്ധം 4:1 ആയി മാറുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് മനസ്സിലാക്കിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, എന്നാലും ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നമ്മളെപ്പോഴും ഈ അംശം തന്നാൽ വളരെ പെട്ടെന്ന് ആൻസർ ഒന്നും കിട്ടുന്നതിന് നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ പൊതുവായിട്ട് ഒരു റേഷ്യോ, ഒരു എക്സ് എന്ന് പറയുന്ന ഒരു അളവെടുത്ത് നമുക്കിങ്ങനെ എടുക്കാം. അപ്പോൾ നമ്മൾ എക്സ് ആയിട്ട് എടുത്ത് ഇത്രയേ ഉള്ളൂ. ചുവപ്പ് പെയിൻറ്റിൻ്റെ അളവ് ഞാൻ 4 അംശബന്ധം ആയതുകൊണ്ട് 4x എന്ന് എടുത്തു. ഓക്കെ, ഇനിയോ നീല പെയിൻറ്റിൻ്റെ അളവ് നമുക്കറിയില്ല, അംശബന്ധം അവിടെ 3 ആയതുകൊണ്ട് ഞാൻ അതിനെ 3x എന്നാണ് ഞാൻ എടുത്തത്. ക്ലിയർ? ഓക്കെ ആണല്ലോ. അപ്പോൾ 4x 3x ആയതുകൊണ്ടാണ് അതിൻ്റെ അംശബന്ധം 4:3 ആയത്. ഇനി ഇതിനെ നമുക്ക് 4:1 ആക്കണമെങ്കിൽ അതിൽ ചുവപ്പ് പെയിൻറ്റിൻ്റെ അളവ് എത്ര ചേർക്കണം എന്നല്ലേ ചോദിച്ചത്, എത്ര മടങ്ങ് കൂടി ചേർക്കണം എന്നല്ലേ ചോദിച്ചത്. അപ്പോൾ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ പറഞ്ഞ 4x എന്ന് പറയുന്ന ചുവപ്പ് പെയിൻറ്റ് ഇപ്പോൾ ഓൾറെഡി ഉണ്ട്. അതിലേക്ക് ഞാൻ കുറച്ചധികം ചുവപ്പ് വീണ്ടും ഒഴിക്കുന്നു വിചാരിക്കുക. അത് എത്രയാണെന്ന് ഒഴിക്കുന്നതെന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? അതിലേക്ക് ഒഴിക്കേണ്ട അതിൻ്റെ അളവ് കൃത്യമായിട്ട് അറിയാത്തതുകൊണ്ട് ഞാൻ വേറൊരു അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുക. ഞാനൊരു ഉദാഹരണത്തിന് ഒരു y എന്നുള്ള ഒരളവ്, ഓക്കെ, ഒരു y എന്നുള്ളൊരു അളവ് ചുവപ്പ് ഞാൻ ഇതിലേക്ക് ചേർത്തെന്ന് വിചാരിക്കുക. അങ്ങനെ ചേർത്തപ്പോൾ പുതിയ ചുവപ്പിൻ്റെ അളവ് 4x കൂട്ടണം y ആയിട്ട് മാറി. ഇനി അതിൻ്റെ കൂടെ തന്നെ അവിടെ നീല ഓൾറെഡി ഉണ്ട്. നീല എത്രയാണ്? 3x തന്നെയാണ് നീലയുടെ അളവ് എന്ന് പറയുന്നത്, 3x തന്നെയാണ്. അങ്ങനെ ചേർത്തപ്പോഴുള്ള പുതിയ അംശബന്ധമാണ് 4:1 ആയിട്ട് മാറിയത്. മനസ്സിലായിട്ടുണ്ടോ? ക്ലിയർ അല്ലേ? അപ്പോൾ പറഞ്ഞിത്രയേ ഉള്ളൂ. ചുവപ്പ് ആദ്യം 4x അളവാണ് ആ ബക്കറ്റിലുള്ളത്, ആ പെയിൻറ്റും കൂട്ടിലുള്ളത്. അതിലേക്ക് ഞാൻ വീണ്ടും കുറച്ചധികം ചുവപ്പ് ഒഴിച്ചു. അത് എത്രയാണെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ y അളവായിട്ട് എടുത്തു. y അളവ് ചുവപ്പ് ഞാൻ അതിലേക്ക് ചേർത്തു. അപ്പോൾ ആകെ ചുവപ്പ് ഇപ്പോൾ ഇത്രയാണല്ലോ, 4x ഇപ്പോൾ ചേർത്ത y കൂടെ കൂട്ടി ഇത്രയായി.
കൂട്ടത്തിൽ അവിടെ ഓൾറെഡി നേരത്തെ ഒഴിച്ച നീലയും കൂടി ഉണ്ട്, അത് ഇത് 3x തന്നെയാണ്. രണ്ടും കൂടി ഉള്ളപ്പോൾ അതിൻ്റെ പുതിയ അംശബന്ധമായി മാറിയത് 4:1 അങ്ങനെയാണെങ്കിൽ ചേർത്ത് എത്ര ആണെന്നല്ലേ ചോദിച്ചത്, എത്ര മടങ്ങാണെന്നല്ലേ ചോദിച്ചത്. അതിനൊരു ട്രിക്ക് ഉള്ളത് നമ്മൾ അന്നേ പഠിച്ചിട്ടുണ്ട്. A:B ഇവിടെ തന്നെ എഴുതാം. A:B സമം C:D എന്ന് പറയുന്ന അംശം എന്താണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ എയും ഈ ഡിയും കൂടെ ഗുണിച്ചാൽ കിട്ടുന്ന AD എന്ന് പറയുന്നതും അതുപോലെ ബിയും സിയും കൂടെ ഗുണിച്ചാൽ കിട്ടുന്ന BCയും തുല്യമായിരിക്കും എന്ന് പറഞ്ഞിട്ടൊരു ടെക്നിക്ക് ഉണ്ട്, ഒരു കാര്യമുണ്ട്. അപ്പോൾ അതാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അത് നമ്മളിവിടെ എടുത്താൽ എയുടെ സ്ഥാനത്ത് 4x കൂട്ടണം y ആണ്, ബിയുടെ സ്ഥാനത്ത് 3x ആണ്, സിയുടെ സ്ഥാനത്ത് 4 ആണ്, ഡിയുടെ സ്ഥാനത്ത് 1 ആണ്. അപ്പോൾ അതിന് നമുക്ക് എ ഗുണിക്കണം ഡി എന്ന് പറഞ്ഞാൽ എന്താ വരിക, ഈ പറഞ്ഞ 4x കൂട്ടണം y ഗുണിക്കണം ഇവിടെയുള്ള ഡിയുടെ സ്ഥാനത്ത് 1 ആണ് അല്ലേ. അപ്പോൾ നോക്കിയേ 4x കൂട്ടണം y എന്നേ ഉള്ളൂ, ഗുണിക്കണം 1 എന്ന് വെച്ചാൽ അത് തന്നെയാണ് അതിൻ്റെ ഉത്തരം, അത്രയേ ഉള്ളൂ. സമം ബി ഗുണിക്കണം സി ആണ്, ഇതാ ബിയുടെ സ്ഥാനത്ത് y ആണ്, സിയുടെ സ്ഥാനത്ത് 3x ആണ്. അപ്പോൾ ഇതാ y ഗുണിക്കണം 3x ആണ് വരിക, 3x ആണ് വരിക. സംശയമൊന്നുമില്ലല്ലോ, ഇല്ല എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണ് നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എന്ത് എഴുതാം, ഈ y ഗുണിക്കണം 3x എന്ന് വെച്ചാൽ എന്താണ് വരിക, എന്താണ് വരിക, y ഗുണിക്കണം 3x വെച്ചാൽ 3xy തന്നെയാണുള്ളത് അല്ലേ, 3xy തന്നെയാണ് വരിക, 3xy തന്നെയാണ് വരിക. ക്ലിയർ. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് എഴുതാൻ വേണ്ടി പോകുന്ന സമയത്ത് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. അടുത്ത സ്റ്റെപ്പിൽ 4x കൂട്ടണം y സമം എന്താ വരിക, 4x കൂട്ടണം y എന്ന് പറഞ്ഞാൽ എന്ത് വരും, 3x നമ്മൾ എഴുതിയാൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, സോറി ഞാൻ ശ്രദ്ധിക്കാതെ പോയതാണ്, ഇപ്പോൾ ശരിയാക്കാം, ഒന്നുമില്ല. ഇതാ നോക്കിക്കോ, ഈ ഒരു സ്റ്റെപ്പിൽ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. അതായത് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും, നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാവും. നോക്കിയേ, നമ്മൾ ബി ഗുണിക്കണം സി അല്ലേ, ബിയുടെ സ്ഥാനത്ത് ഇവിടെ y അല്ല, ബിയുടെ സ്ഥാനത്ത് y അല്ല 3x ആണുള്ളത് അല്ലേ, 3xും ഇവിടെയാണ് ഏതിൻ്റെ സ്ഥാനം, സിയുടെ സ്ഥാനമുള്ളത്. അപ്പോൾ 3x ഗുണിക്കണം 4 വരിക അല്ലേ, 4x കൂട്ടണം y ഒരു ടേമാണ്, അതിനെ 1 കൊണ്ട് നമ്മൾ ഗുണിച്ചു, എയും ഡിയും ആയി. ഇനി ബിയും സി എന്ന് വെച്ചാൽ ഇതാണ് വരിക, 3x ഗുണിക്കണം 4 എന്നാണ് വരിക. ഇപ്പം ശരിയായി. ഇതാ 4x കൂട്ടണം y എന്ന് പറയുന്നത് 3x ഗുണിക്കണം 4 എന്ന് വെച്ചാൽ നമുക്ക് എന്ത് എഴുതാം, 12x എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, 12x എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ബാക്കി ഇവിടത്തേക്ക് വരുന്നുണ്ട്, ഇവിടെ എഴുതാം. നോക്കിക്കോ, 4x കൂട്ടണം y എന്ന് പറയുന്നത് 12x എന്നാണ് കിട്ടിയല്ലേ, 4x കൂട്ടണം y എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ എഴുതാം. നോക്കി, 4x കൂട്ടണം y എന്ന് വെച്ചാൽ 12x എന്നാണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് എന്താ വൈയുടെ അളവാണ് വേണ്ടത്. അപ്പോൾ y സമം നമുക്ക് എങ്ങനെ എഴുതാം, ഇവിടെ 4xനോട് ഒരു വൈയുടെ അളവും കൂടെ കൂട്ടിയപ്പോൾ 12x ആയി എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും കൂട്ടിയിട്ടുണ്ടാവുക, 4xനോട് 8 കൂട്ടിയല്ലേ, 8xും കൂടെ കൂട്ടിയല്ലേ 12 ആവുക. അപ്പോൾ 12x ഗുണിക്കണം ഈ 4x ചെയ്താലും മതി, ഉത്തരം എത്ര കിട്ടും, 8x എന്നാണ് കിട്ടുക. അപ്പോൾ വൈയുടെ അളവ് നമുക്ക് മനസ്സിലായി, 8x ആണ് കിട്ടിയത്. y എന്ന് പറയുന്നത് 8x ആണ്. അപ്പോൾ നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം, ഇവിടെ എത്ര ചേർത്തു എന്നല്ല ചോദിച്ചത്, ഇവിടെ ചോദിച്ചെന്താ നോക്കിയേ, 4:1 ആകണമെങ്കിൽ ചുവപ്പ് പെയിൻറ്റിൻ്റെ എത്ര മടങ്ങ് അളവ് ചേർക്കണം എന്നാണ് ചോദിച്ചത്. ചുവപ്പ് പെയിൻറ്റ് ആദ്യം ഉണ്ടായത് എത്രയാണ്, 4x ആണ് ഉണ്ടായത് അല്ലേ, ചുവപ്പ് പെയിൻറ്റ് ആദ്യം ഉള്ളത് 4x ആണ്. അതിപ്പോൾ എത്രയായി, 8x ആയി മാറി. ഇപ്പം ചുവപ്പ് പെയിൻറ്റ് 8x ആയി മാറി, പുതിയത് ചേർത്തത് 8x ആണ്. അപ്പോൾ എത്ര മടങ്ങ് ചേർക്കണം എന്ന് വെച്ചാൽ നോക്കിയാൽ ആദ്യം 4x, അതിൻ്റെ എത്ര മടങ്ങാണ് 8x, 2 മടങ്ങല്ലേ. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ വരിക, 2 മടങ്ങ് ചേർക്കണം എന്നതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ കേട്ടോ, 2 മടങ്ങ് ചേർക്കണം എന്നതാണ് ശരി ഉത്തരം. അപ്പോൾ ശരിക്കും മനസ്സിലാക്കണം, എത്ര ചേർത്തു എന്ന് ചോദിച്ചാൽ 8x ആണെന്ന് നമുക്ക് വേണം പറയാം, പക്ഷേ എത്ര എന്നല്ല, എത്ര മടങ്ങ് എന്ന് ചോദിച്ചാൽ. അപ്പോൾ ആദ്യം ഉണ്ടായത് 4x ആണ്, അതിപ്പോൾ 8x ആയി മാറി എന്ന് വെച്ചാൽ 4xൻ്റെ 2 മടങ്ങാണ് നമ്മൾ ചേർക്കേണ്ടത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, രണ്ടും കുറച്ച് ടഫിലൊരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് സമയം എടുത്തത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അനു ഒരു അലമാര വാങ്ങിയപ്പോൾ 8% വിലക്കിഴിവ് കിട്ടി, 960 രൂപയാണ് കുറഞ്ഞത്. ആ അലമാരയുടെ പരസ്യ വില എത്രയാണ് എന്നാണ് ചോദിച്ചത്. വളരെ എളുപ്പമുള്ള ചോദ്യമാണ്, പലിശയാണ്. ഓക്കെ, അനു ഒരു അലമാര വാങ്ങിയപ്പോൾ 8% വിലക്കിഴിവ് കിട്ടിയെന്നാണ് പറയുന്നത്. 8% വിലക്കിഴിവ് കിട്ടി, 960 രൂപയാണ് കുറഞ്ഞത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ 8% ഏതൊരു അലമാര വാങ്ങിയതിന് എത്ര പൈസയുണ്ട്, അതിൻ്റെ 8% ഡിസ്കൗണ്ടിലൂടെ ആണ് നമുക്ക് സാധനം കിട്ടിയത്. അപ്പോൾ 960 രൂപയാണ് കുറഞ്ഞു കിട്ടിയത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒറിജിനൽ പൈസ അല്ലെങ്കിൽ പരസ്യവില വെച്ചാൽ അതിൻ്റെ ഒറിജിനൽ കണ്ട MRP എത്രയാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. എന്ത് ചെയ്യണം, നമുക്കറിയില്ല, എത്ര പൈസ ഒന്നും അറിയില്ല, അതുകൊണ്ട് വെറുതെ സമവാക്യം കാര്യങ്ങളൊക്കെ ഒന്നും പോകണ്ട, കൺഫ്യൂഷൻ ആക്കണ്ട. എന്ത് ചെയ്താൽ മതി, ഇവിടെ 8% കുറഞ്ഞത് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് അല്ലേ, 8% കുറഞ്ഞു. അപ്പോൾ ശരിക്കും കുറഞ്ഞ വില എത്രയാണ്, ഒറിജിനൽ പ്രൈസിൽ നിന്നും 960 രൂപയാണ് കുറഞ്ഞത് ആണോ എന്ന് പറഞ്ഞാൽ ആ സാധനത്തിൻ്റെ, ആ ഷെൽഫിൻ്റെ, അലമാരയുടെ യഥാർത്ഥ വിലയുടെ 8% എന്ന് പറയുന്നത് 960 രൂപയാണെന്നല്ലേ അർത്ഥം ആണല്ലോ. അങ്ങനെയാണെങ്കിൽ 8% 960 ആണ്. ശരിക്കുള്ള പൈസ എന്ന് വെച്ചാൽ എപ്പോഴും എത്രയായിരിക്കും, 100% വിലയായിരിക്കില്ലേ. അതാണല്ലോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്.
പറഞ്ഞ ക്ലിയർ ആവുന്നുണ്ടോ? യഥാർത്ഥ വില എന്ന് പറഞ്ഞാൽ 100%. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 8% 960 പക്ഷെ നമുക്ക് 100% വേണ്ടത്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ആലോചിക്കേണ്ടത്. ആണോ അല്ലയോ? യെസ്. അതിന് ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇതിനെ ക്രോസ് ആയിട്ട് ഗുണിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് പോകാം. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം. 8% എന്ന് പറയുന്നത് 960. നമുക്ക് 100% വേണ്ടത്. അപ്പോൾ 8ൻ്റെ സ്ഥാനത്ത് 100 ആവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇത് സമവാക്യമാണെങ്കിൽ എന്ത് ചെയ്യുന്നതിന് രണ്ട് ഭാഗത്ത് ഒരുപോലെ ചെയ്യണം. ഞാൻ 8%ൻ്റെ സ്ഥാനത്ത് 100 ആക്കാൻ വേണ്ടിയിട്ട് 8നെ ഞാൻ 8 കൊണ്ട് ഹരിക്കുന്നു. അപ്പോൾ 8നെ 8 കൊണ്ട് ഹരിച്ചാൽ അവിടെ എത്രയായി? 1 മാറി അല്ലേ? ഇവിടെ നിന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ അതുപോലെ ഇപ്പുറത്തും ചെയ്യണം. ഞാൻ 960നെയും 8 കൊണ്ട് ഞാൻ ഹരിച്ചു. ഇനി ഇവിടെ 100 ആവണമെങ്കിൽ എന്ത് ചെയ്യണം? 8നെ 8 കൊണ്ട് ഹരിച്ചാൽ 1 1%. അവിടെ 100% കിട്ടണമെങ്കിലോ അതിനെ ഞാൻ 100 കൊണ്ട് ഗുണിച്ചാൽ പോരെ? 100 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പം 100%. അതേ സമയത്ത് ഞാൻ ഇവിടെയും 100 കൊണ്ട് ഗുണിക്കണം. അപ്പോഴാണ് കറക്റ്റ് ആവുക. ഇനി ഇതിൻ്റെ ഉത്തരത്തിലാണോ കിട്ടുന്നത്? അതാണ് നമ്മുടെ ഉത്തരം. 100% എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. 960നെ 8 കൊണ്ട് നമ്മൾ ഗുണിച്ചാൽ 960നെ 8 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും? ഓക്കെ, 9ൽ 8 ഒരു തവണയാണ് പോവുക. പിന്നെ ഒന്ന് ബാക്കിയുണ്ട് അല്ലേ? ഒരു 8 കഴിഞ്ഞ് ശിഷ്ടം ഒന്നുണ്ട്. 16ൽ 8 2 തവണ. ഇവിടെ ഒരു 0 ഉണ്ട്. 120. അപ്പോൾ 120 ഗുണിക്കണം 100 വരിക. ഉത്തരം വരുന്നത് എത്ര വരിക? 120 ഗുണിക്കണം 100 ഇതാ 12,000 രൂപ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഇവിടെ ആൻസർ വരുന്നത് ഷെൽഫിൻ്റെ വില 12,000 രൂപയാണ്. ഇങ്ങനെ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ 8% ഇത്രയാണെങ്കിൽ 100% എത്രയാണെന്ന് നോക്കുക. അതിനാണ് ഇങ്ങനെ ചെയ്തത്. അതാണ് ഈ ഉത്തരം. ഇനി ഇവിടെ തന്നെ നിങ്ങൾക്ക് ചെയ്യാനുള്ള ട്രിക്ക് ഉണ്ട്. നോക്കിയാൽ ഒന്നും നോക്കണ്ട. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യും? 8% എന്ന് വെച്ചാൽ 960. 100% എത്രയാണെന്ന് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നോക്കിയേ, അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. 960 ഗുണിക്കണം 100 എന്ന് പറഞ്ഞാൽ 8 ഗുണിക്കണം നമ്മുടെ ശരിക്കുള്ള വില. അത് എത്രയാണെന്ന് അറിയില്ല. വേണമെങ്കിൽ എക്സോ വൈയോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക് തന്നെ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ എത്ര വിലയാണ് അതിൻ്റെ യഥാർത്ഥ വിലയാണ് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെയാണ് യഥാർത്ഥ വില മാത്രം എത്രയായിരിക്കും? ഈ പറഞ്ഞ 960 ഗുണിക്കണം 100 എത്രയാണോ അതിനെ ഇവിടെയുള്ള 8 കൊണ്ട് ഹരിച്ചാൽ മതി. രണ്ടും ഒരേ സ്റ്റെപ്പ് തന്നെയാണ്. ആൻസർ എത്ര കിട്ടുക? 12,000 രൂപ എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. അടുത്ത ക്വസ്റ്റ്യൻ. എ ഡിവിഷനിൽ 30 പേരുണ്ട്. അവരുടെ ശരാശരി മാർക്ക് 60. ബി ഡിവിഷനിലുള്ള 45 പേരുടെ ശരാശരി മാർക്ക് 90. രണ്ട് ക്ലാസ്സും കൂടി ഒന്നിച്ചാക്കിയാൽ പുതിയ ശരാശരി എത്ര എന്നാണ് ചോദ്യം. ഇത് ശരാശരിയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എ ഡിവിഷനും ബി ഡിവിഷനും ഉണ്ട് അല്ലേ? അപ്പോൾ ഒന്ന് കിട്ടിയ സാധനങ്ങളൊന്ന് എഴുതി നോക്കിയാൽ മതി. എന്താണ്? എ ഡിവിഷനിൽ എത്ര പേരുണ്ട്? 30 പേരാണുള്ളത്. എ ഡിവിഷനിലുള്ളത് 30 ആളുകളാണ്. അവരുടെ ശരാശരി മാർക്ക് തന്നിട്ടുണ്ട് 60. ശരാശരി വെച്ച് ആവറേജ് ആണ്. ശരാശരി മാർക്ക് 60 തന്നത്. ക്ലിയർ ആണോ? ഇനി ബി ഡിവിഷനിൽ തന്നിട്ടുള്ളത് എത്ര പേരുണ്ട്? ബി ഡിവിഷനിലുള്ള ആളുകളുടെ എണ്ണം 45. അവരുടെ ശരാശരി മാർക്ക് എന്ന് പറയുന്നത് 90 തന്നിട്ടുണ്ട്. ഇനി രണ്ട് ക്ലാസ്സും കൂടെ ഒന്നിച്ചാക്കിയാൽ രണ്ടും കൂടെ മിക്സ് ചെയ്ത് പുതിയ ക്ലാസ് ആക്കി അതിൻ്റെ പേര് A+B ക്ലാസ് ആണെന്ന് വിചാരിക്കട്ടെ. അങ്ങനെ രണ്ടും കൂടെ ഒന്നിച്ചാക്കിയാൽ പുതിയ ശരാശരി എത്രയായിരിക്കും എന്നാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. പുതിയ ശരാശരി എത്രയായിരിക്കും എന്ന് വേണം നമ്മൾ പറഞ്ഞു കൊടുക്കാൻ. ഇതെങ്ങനെ ചെയ്യുക? ശരാശരി വളരെ എളുപ്പമല്ലേ? എന്താ ചെയ്യുക? ശരാശരിയാണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലേ? ഒന്നാമത്തെ ക്ലാസ് നമ്മൾ എപ്പോഴും ആദ്യം ശരാശരി അഥവാ ആവറേജ് എന്ന് പറഞ്ഞൊരു കാര്യം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ശരാശരി കാണണമെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയോ? ആകെ എല്ലാം കൂടെ എന്തിനെ കുറിച്ചാണോ പറഞ്ഞത് അതിൻ്റെ തുക നിങ്ങൾ കണ്ടുപിടിക്കുക. തുക. ആ തുകയെ അവിടെയുള്ള സാധനങ്ങളുടെ എണ്ണം കൊണ്ട് നിങ്ങൾ ഹരിച്ചാൽ നമുക്ക് ശരാശരി കിട്ടും. ക്ലിയർ ആവുന്നുണ്ടോ? തുകയെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ ശരാശരി കിട്ടും. ഇനി തുകയാണ് നമുക്ക് വേണ്ടതെങ്കിൽ എന്ത് ചെയ്യണം? ശരാശരിയും എണ്ണവും നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ശരാശരിയെ എണ്ണം കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് തുക കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയേ, നമുക്ക് എണ്ണം തന്നിട്ടുണ്ട് 30 കുട്ടികളാണ്. ശരാശരി തന്നിട്ടുണ്ട് 60. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്നും ആ ക്ലാസ്സിലെ എല്ലാ കുട്ടികളുടെയും എന്താണ് മാർക്കിൻ്റെ തുക കിട്ടൂലേ? കാരണം ശരാശരിയും എണ്ണവും കൂടി ഗുണിച്ചാൽ നമുക്ക് തുക കിട്ടേണ്ടതാണ്. അപ്പോൾ ഒന്നാമത്തെ ക്ലാസ്സിലെ തുക എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. എന്ത് ചെയ്താൽ മതി? അവിടുത്തെ ശരാശരി 60. കുട്ടികളുടെ എണ്ണം 30. അപ്പോൾ 60നെ 30 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും? 3 6 18 2 0 1800 എന്ത് കിട്ടുക? ഈ ക്ലാസ്സിൻ്റെ തുക, കുട്ടികളുടെ മാർക്കിൻ്റെ തുക, എല്ലാ കുട്ടികളുടെയും 30 കുട്ടികളുടെയും മാർക്കുകൾ കൂട്ടിയാൽ തുക കിട്ടുന്നത് 1800. ഇനി രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് അതുപോലെ വരിക. 45 കുട്ടികളുണ്ട്. 90 അവരുടെ ശരാശരി. അപ്പോൾ അവിടുത്തെയും തുക നമുക്ക് എത്ര കിട്ടും? ആ കുട്ടികളുടെ തുക എത്ര കിട്ടും? ഒന്നും നോക്കണ്ട. തുക എന്ന് പറയുന്നത് ശരാശരിയെ എണ്ണം കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് തുക കിട്ടും അല്ലേ? അപ്പോൾ ശരാശരി അവിടെ 90 തന്നിട്ടുള്ളത്. കുട്ടികളുടെ എണ്ണം 45. ഇതിനങ്ങോട്ട് ഗുണിച്ചാൽ മതി. 90നെ 45 കൊണ്ട് ഗുണിക്കുക. എന്ത് ചെയ്താൽ മതി? 9നെ 45 കൊണ്ട് ഗുണിക്കുക. എന്നിട്ടൊരു 0 ചേർത്താൽ മതി. അതിന് ട്രിക്ക് ഉണ്ട്. 10നെ 45 കൊണ്ട് ഗുണിക്കുക. 450. അതിൽ നിന്നും ഒരു 45 കുറക്കുക. ഓക്കെ, അപ്പോൾ എത്ര കിട്ടും? 450 നിന്ന് 45 405 വരിക. എന്നിട്ട് ലാസ്റ്റ് ഒരു 0 ചേർത്താൽ ഇതിന് ആൻസറായി.
അല്ല നിങ്ങൾ ഗുണിച്ച് നോക്കുക 9 ഗുണിക്കണം 5 45 5 ബാക്കി 4 9 ഗുണിക്കണം 4 36 4 40 കറക്റ്റാണ്. അപ്പോൾ 450 വരിക അല്ലേ, 4050 ആണ് വരിക. അപ്പോൾ അവിടുത്തെ തുക കിട്ടി 4050 450 വരിക. ഇനി നമ്മൾ ചോദിച്ചത് രണ്ട് ക്ലാസ്സും കൂടെ മിക്സ് ചെയ്തപ്പോഴുള്ള പുതിയ ശരാശരി. ഇവിടെ നിന്നൊരു ട്രിക്ക് ഉണ്ട്, പുതിയ ശരാശരിയാണ് കണ്ടുപിടിക്കേണ്ടത്. ശരാശരി കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, എന്തായാലും അതിൻ്റെ തുക വേണം, എണ്ണം കൊണ്ട് ഹരിക്കണം. രണ്ട് ക്ലാസ്സും കൂടെ മിക്സ് ചെയ്താൽ ആകെ കുട്ടികൾ എത്രയായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആദ്യത്തെ ക്ലാസ്സിലെ 30 കുട്ടികളും രണ്ടാമത്തെ ക്ലാസ്സിലെ 45 കുട്ടികളും കൂടെ ചേർന്നിട്ട് ആകെ 75 കുട്ടികളാണ് വരിക രണ്ടാമത്തെ ക്ലാസ്സിൽ, രണ്ടും കൂടെ മിക്സ് ചെയ്ത ക്ലാസ്സിൽ. ഇനി അപ്പോൾ നമുക്ക് എണ്ണം കിട്ടി, ഇനി തുക കിട്ടണമെങ്കിലോ അതിനെന്താ ട്രിക്കില്ല. ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചില്ലേ, ആദ്യത്തെ ക്ലാസ്സിൻ്റെ തുക എന്ന് പറഞ്ഞാൽ 1800 ആണ്, രണ്ടാമത്തെ ക്ലാസ്സിൻ്റെ തുക 4050 ആണ്. രണ്ടും കൂടെ കൂട്ടി എത്രയാണോ കിട്ടുന്നത് അതായിരിക്കില്ലേ ആ ക്ലാസ്സിലെ ടോട്ടൽ കുട്ടികളുടെ മാർക്കിൻ്റെ തുക അല്ലേ. അപ്പോൾ നോക്കിയാൽ കൂട്ടിയതാ 0 5 0 കൂട്ടിയാൽ നമുക്ക് വീണ്ടും 5 നീട്ടി, വീണ്ടും 0 8 കൂട്ടിയാൽ 8 ആണ്, പിന്നെ ഇവിടെ 4 1 കൂടി കൂട്ടിയാൽ 5 ആണ് വരിക. 5850 ആണ് ഇവിടുത്തെ എന്ത് വരിക, തുക വരിക ആകെ. അതുകൊണ്ട് ഇവിടെ നമുക്ക് ശരാശരി കണ്ടുപിടിക്കാം. ശരാശരി കുട്ടികളുടെ മാർക്ക് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. തുകയായിട്ടുള്ള 5850 എന്ത് ചെയ്യുക, എണ്ണമായ 75 കൊണ്ട് നിങ്ങൾ ഹരിച്ചാൽ മതി. അത് ഹരിച്ചു നോക്കണം, ഹരിച്ചു നോക്കിയാൽ നമുക്ക് ഉത്തരം കിട്ടും. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ കുറച്ച് ഹരണം എളുപ്പമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം സിമ്പിൾ തന്നെയാണ്, പെട്ടെന്ന് കിട്ടും അല്ലേ. ഇത് ട്രിക്ക് ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ 25 കൊണ്ടൊക്കെ ആയിരിക്കാം. 75 എത്ര 25 ഉണ്ട്, 75 എത്ര 25 ഉണ്ട് നോക്കാം, 3 തവണയാണ് പോവുക. അപ്പോൾ ഇവർ എത്ര ഉണ്ട് നോക്കുക, ആദ്യം 5 പോവില്ല. 58 എത്ര 25 ഉണ്ട്, 2 25 50ആയി. ബാക്കി 58 8 ബാക്കിയുള്ളത്. ആ 8 ഇങ്ങോട്ട് പോയാൽ 85ആയി. അതിലോ 3 25 വെച്ചാൽ 75 അല്ലേ. 85 ഇവിടെ ഉണ്ട്, 75 അപ്പോൾ ബാക്കി 10ആയി. ആ 10 0 ചെയ്താൽ 100ആയി. 100 എത്ര 25 ഉണ്ട്, 4 തവണ. അപ്പോൾ 234 ഹരിക്കണം 234 ഹരിക്കണം 3 എന്നാണ് വന്നത് അല്ലേ. ആ കളർ ചിലപ്പോൾ ഒരു മിസ്റ്റേക്ക് ഉണ്ടാവും, ഒരു മിനിറ്റ്. ഓക്കെ, ഇനി ഇതിനെ നിങ്ങൾ എന്ത് ചെയ്യുക, വീണ്ടും ഹരിച്ചാൽ മതി, നമുക്ക് വളരെ എളുപ്പത്തിൽ കിട്ടും. 2 3 കൊണ്ട് ഹരിക്കാൻ കഴിയില്ല. അപ്പോൾ 23 എത്ര 3 നോക്കുക, 7 തവണ പോലെ 7 3 21 ബാക്കി 2 ഉണ്ട്. അപ്പോൾ ആ 2 ചേർത്ത് 24ആയി. 8 3 24, അപ്പോൾ 78 ഉത്തരം വരിക. ഓപ്ഷൻ നോക്കിയേ, 78 ഉണ്ടോ നോക്കിയേ, ഓപ്ഷൻ എ തന്നെ കൊടുത്തിട്ടുള്ളത് 78. അപ്പോൾ ഇതാണ് ആൻസർ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഒന്നും അറിയില്ല, മനസ്സിലാവുന്നില്ല ഒന്നും തോന്നാൻ പാടില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ചധികം ഒന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് വളരെ എളുപ്പത്തിൽ കിട്ടും. അപ്പോൾ ഇതാണ് കാര്യം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി സ്കൂൾ കവാടത്തിൽ പച്ച നീല ചുവപ്പ് ബൾബുകൾ ഘടിപ്പിച്ചിട്ടുണ്ട്. പച്ച ബൾബുകൾ 4 സെക്കൻഡ് ഇടവിട്ടും നീല ബൾബുകൾ 6 സെക്കൻഡ് ഇടവിട്ടും ചുവപ്പ് ബൾബുകൾ 9 സെക്കൻഡ് ഇടവിട്ടുമാണ് പ്രകാശിക്കുന്നത്. 3 ബൾബും ഒരുമിച്ച് പ്രകാശിക്കാൻ തുടങ്ങിയത് 8 മണിക്കാണ്. അവ എപ്പോൾ വീണ്ടും പ്രകാശിക്കും? അതായത് ഒരുമിച്ച് പ്രകാശിക്കും എന്നാണ് ചോദിക്കുന്നത്. ഒന്നുമില്ലടാ, നമ്മൾ LED ബൾബും കാര്യങ്ങളൊക്കെ തൂക്കാറുണ്ടല്ലോ. അപ്പോൾ അതിൽ കളറിൻ്റെ ഒന്ന് അവിടെയുള്ള ബൾബിൻ്റെ കളർ ഒന്ന് കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിക്കുക. ഒന്നാമത്തെ കളർ വരുന്നത് പച്ചയാണ് അല്ലേ. പച്ച ഗ്രീൻ ആണ്, ഗ്രീൻ ബൾബ് ഉണ്ട്. പിന്നെയോ നീല ബ്ലൂ ഉണ്ട്, അതുപോലെ തന്നെ ചുവപ്പ് റെഡ് ഉണ്ട്. ഈ 3 കളറിലാണ് ബൾബുകൾ അവിടെ ഉള്ളത്. അത് 3ഉം ഓരോരോ പ്രത്യേക സമയം ഇടപെട്ടിട്ടാണ് മിന്നിക്കൊണ്ടിരിക്കുന്നത്. അതായത് പച്ച എന്ന് പറയുന്നത് എന്താണ്, ഓരോ 4 സെക്കൻഡിലും മിന്നിക്കൊണ്ടിരിക്കും. എന്നാൽ നീല 6 സെക്കൻഡ് ഇടവിട്ടിട്ടാണ് മിന്നുക, ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുക. മറ്റേതോ 9 സെക്കൻഡ് ഇടവിട്ടിട്ടാണ് കത്തിക്കൊണ്ടിരിക്കുക. മനസ്സിലായി, എല്ലാം ഒരുമിച്ചല്ല, ഇങ്ങനെയാണ് കത്തുക. എന്നാൽ 3ഉം കൂടെ ഒരുമിച്ചിട്ട് 8 മണിക്ക് അത് കത്തിയിട്ടുണ്ട്. 8 മണിക്ക് 3ഉം ഒരുമിച്ചാണ് മിന്നിയത്. പിന്നെ വീണ്ടും എന്ത് ചെയ്ത് 3 വഴിക്ക് മിന്നിക്കൊണ്ടിരിക്കുന്നുണ്ട്, കാരണം ഓരോന്നിൻ്റെയും ഗ്യാപ്പ് വേറെ വേറെയാണ് അല്ലേ. എന്നാൽ നിങ്ങളോട് ചോദിച്ചത് അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്ത ഏത് സമയത്തായിരിക്കും ഇത് 3ഉം ഒരുമിച്ച് മിന്നുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ തന്നിട്ടുണ്ട് 8 മണി കഴിഞ്ഞ് 12 സെക്കൻഡ് കഴിയുമ്പോൾ, 8 മണി കഴിഞ്ഞ് 24 സെക്കൻഡ് കഴിയുമ്പോൾ, 8 മണി കഴിഞ്ഞ് 36 സെക്കൻഡ്, 8 മണി കഴിഞ്ഞ് 40 സെക്കൻഡ്. ഇതുപോലുള്ള ഏത് ചോദ്യം വന്നാലും നിങ്ങൾ ഒന്നും നോക്കണ്ട. ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ LCM ലസാഗു എന്ന് പറയുന്ന സാധനം, LCM ആണ് ഉദ്ദേശിക്കുന്നത്. ഈ തന്ന 3 സംഖ്യകളുടെയും LCM എടുക്കുക. അത് എത്രയാണോ അത്രയും സെക്കൻഡ് കഴിഞ്ഞിട്ടായിരിക്കും ഇത് 3ഉം കൂടെ ഒരുമിച്ച് കത്തുക. അത്രയേ ഉള്ളൂ. അപ്പോൾ ലസാഗു വേണ്ട പരിപാടി അറിയാത്തവരാരും ഉണ്ടാവില്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് ടോപ്പിക്കായിട്ട് പഠിക്കണം. നമ്മുടെ പ്ലേലിസ്റ്റ് ഉണ്ട്, LP UP പിന്നെ മാത്സ് എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് ഉണ്ട്, അതിലുണ്ട്. ഓക്കെ, അപ്പോൾ 4 6 9 ഇതിൻ്റെ LCM ആണ് കണ്ടുപിടിക്കേണ്ടത്. 4 6 9 ഇതിൻ്റെ LCM കാണാൻ ഒരു പണിയില്ല, നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കിട്ടും അല്ലേ. എന്ത് ചെയ്താൽ മതി, ഈ 3ലും പൊതുവായിട്ട് പോകുന്ന ഏതെങ്കിലും സംഖ്യ ഉണ്ടോ നോക്കാം. 3നെയും പൊതുവായിട്ട് നമുക്ക് ഘടകമായിട്ട് എന്തെങ്കിലും ഉണ്ടോ നോക്കാം. ഇവിടെ ഇല്ലല്ലോ, ഒന്നുമില്ല. എന്നാൽ ഏതെങ്കിലും 2 പൊതുവായിട്ടുള്ള ഏതെങ്കിലും ഘടകം ഉണ്ടോ നോക്കാം. 4 6 എടുത്താൽ 2ലും ഇരട്ട സംഖ്യകളാണ്, 2 വരും. ഇനിയല്ല 6 9 എടുക്കുന്നെങ്കിൽ അവിടെ 3 വരും. നമുക്ക് 4 6 എടുക്കാം. അപ്പം ഞാൻ 2 എന്ന് പറയുന്നൊരു ഘടകം എടുത്തു. 4ൽ 2 എത്ര തവണയുണ്ട്, 2 തവണയുണ്ട് അല്ലേ. 6ലോ 2 എന്ന് പറഞ്ഞാൽ 3 തവണയുണ്ട്. 9നെ നമുക്ക് 2 കൊണ്ട് ഹരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഒന്നും നോക്കാൻ പാടില്ല, 9 ഇങ്ങോട്ട് താത്യം എഴുതുക. അടുത്ത സ്റ്റെപ്പ്, ഇനി ഇവിടെ നോക്കിയാൽ നമുക്ക് 2നേക്കാൾ നല്ലതും ഈ 3നെയും 9നെയും നമുക്ക് 3 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നതുകൊണ്ട് 3 ഘടകമായിട്ട് എടുക്കാം. ഓക്കെ, അപ്പം ഞാൻ 3 എടുത്തു. 2നെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ 2 താത്തി അതുപോലെ എഴുതി. എന്നാൽ 3നെ 3 കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 1 തവണ ഹരിക്കാം അല്ലേ. ഇനിയോ 9നെ 3 കൊണ്ട് നമുക്ക് 3 തവണ ഹരിക്കാൻ പറ്റും.
ഇനി മൂന്നിലും ഒരുപോലെ പോകുന്ന ഒന്നുമില്ല അല്ലേ, വേണമെങ്കിൽ രണ്ടെന്ന് എഴുതിയിട്ട് വീണ്ടും നമുക്ക് ചെയ്തു പോകാം. തൽക്കാലം ഞാൻ അവിടെ വെച്ച് നിർത്തുവാണ്. ഇനി ലസാഗു എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, LCM എന്ന് പറഞ്ഞ സാധനം ഇത്രയേ ഉള്ളൂ. ഈ തന്ന നമ്പർ എല്ലാം കൂടെ ചറവറാങ്ങ് ഗുണിക്കുക. ഇതാ 2 മുകളിൽ തുടങ്ങുന്നു, 2 ഗുണിക്കണം, ഇവിടെയുള്ള 3 ഗുണിക്കണം, വീണ്ടും 2 ഗുണിക്കണം. ഇതാ ഇവിടെ 1 ഞാൻ എഴുതുന്നില്ല, 3 ഒന്നിനെ കൊണ്ട് എഴുതിയാലും ഒന്നിനെ കൊണ്ട് ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലും സെയിം തന്നെയാണ്, അതുകൊണ്ട് എഴുതുന്നില്ല. ഇതാ 2 × 3 2 ഗുണിക്കണം 3 വെച്ചാൽ നമുക്കറിയാം 6 ആണ്, ഗുണിക്കണം വീണ്ടും 2 ഗുണിക്കണം 3 6 ആണ്. അപ്പോൾ 6 ഗുണിക്കണം 6 36 ആണ് വരിക. ക്ലിയർ ആയില്ലേ, 36 ആണ് വരിക. അപ്പോൾ ഇവിടെ ഉദ്ദേശിച്ച് ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ലസാഗു ഈ പറഞ്ഞ 3 സംഖ്യകളുടെയും LCM എന്ന് പറയുന്നത് 36 ആണ്. ക്ലിയർ, 36. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. 3ഉം കൂടി 8 മണിക്കാണ് മിന്നിയിട്ടുള്ളതെങ്കിൽ ഇനി തൊട്ടടുത്തത് മിന്നുന്ന ഏത് സമയത്തെന്ന് വെച്ചാൽ ഒന്നും നോക്കണ്ട, അടുത്ത 36 സെക്കൻഡ് കഴിയുമ്പോഴായിരിക്കും മിന്നുക. അപ്പോൾ ഇവിടെ 8 മണി കഴിഞ്ഞതാ 36 സെക്കൻഡ്, അതായത് 8 മണി കഴിഞ്ഞ് 36ാമത്തെ സെക്കൻഡ് കഴിയുമ്പോഴേക്കും അത് ഒരുമിച്ച് മിന്നും. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്, 8:36 സെക്കൻഡ്. ഇതാ ക്ലിയർ ആയില്ലേ, ഇതാണ് നമ്മുടെ ഇതിൻ്റെ ആൻസർ. അപ്പോൾ LCM ആണ് ഉദ്ദേശിക്കുന്നത് മാത്രം നോക്കി. ഇതൊക്കെ മുന്നേ വരുന്നൊരു ടൈപ്പ് ക്വസ്റ്റൻ ആണ്, സിമ്പിളാണ്. അടുത്ത വളരെ സിമ്പിളാണ്, നോക്കിയതാ അടുത്ത സംഖ്യ ഏതായിരിക്കും എന്നാണ് ചോദിച്ചത്. 2, 5, 9, 19, 37. ഇവിടെ ഒരു പാറ്റേൺ നമുക്ക് തന്നിട്ടുണ്ട്, അതിൽ അടുത്ത സംഖ്യ ഏതായിരിക്കും എന്നാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. 2, 5, 9, 19, 37 തൊട്ടടുത്ത സംഖ്യ കണ്ടുപിടിക്കണം. അപ്പോൾ ശ്രേണികൾ നിങ്ങൾ ശരിക്കും നോക്കണം. അടുത്ത സംഖ്യ എത്ര നോക്കിയാൽ നമ്മളൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് കൃത്യമായിട്ടൊന്ന് നോക്കിയാലേ നമുക്ക് കിട്ടുള്ളൂ. വെറുതെ നോക്കിയാൽ ചിലപ്പോൾ എല്ലാം കിട്ടണമെന്നില്ല. എന്നാൽ ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. തൊട്ടടുത്ത നമ്പർ വേണം കിട്ടുന്നത്. നോക്കിയാൽ എപ്പോഴും ഞാൻ പറഞ്ഞാൽ പോസിറ്റീവ് ആൻസറിലേക്ക് എത്താൻ വേണ്ടി നോക്കണേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം 2, 5, 9, 19, 37. ഇവിടെ അടുത്തടുത്ത സംഖ്യകൾ തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള റിലേഷൻസ് ബന്ധങ്ങളുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. അങ്ങനെ ബന്ധങ്ങളുണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് മാത്രമേ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റൂ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, 2 എന്ന നമ്പർ കഴിഞ്ഞാൽ തൊട്ടടുത്ത് 5 ആണ് അല്ലേ. അപ്പോൾ അവിടെ നിന്ന് ബന്ധങ്ങളുണ്ടോ നോക്ക്. 2 നിന്ന് 5ലേക്ക് എത്തണമെങ്കിൽ എന്താണ്, 2നോട് 3 കൂട്ടിയപ്പോഴാണ് 5 ആയത്. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ 5നോട് 3 കൂട്ടിയിട്ടാണ് 8 എങ്കിൽ നമുക്ക് മനസ്സിലാക്കാം 3 കൂട്ടി എഴുതുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, 5നോട് 4 കൂട്ടിയിട്ടാണ് 9 ആയത്. പക്ഷേ 9നോട് വീണ്ടും 10 കൂട്ടിയിട്ടാണ് 19 ആയത്. പ്രത്യേകിച്ച് ബന്ധങ്ങളൊന്നും കാണാനില്ല. അപ്പോൾ മറ്റെന്തെങ്കിലും കൂട്ടിയിട്ട് കുറച്ചിട്ടൊന്നും പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യുക, ഗുണിച്ചിട്ട് എന്തെങ്കിലും പരിപാടി ഉണ്ടോ നോക്കണം. അങ്ങനെ തിരിച്ചു മറിച്ച് നോക്കിയതാ 2നോട് 2 ഞാൻ ഗുണിച്ചു, അല്ലെങ്കിൽ 2ൻ്റെ ഇരട്ടി ഞാൻ എടുത്തു. 2ൻ്റെ ഇരട്ടി 4 ആണ് അല്ലേ, അല്ലെങ്കിൽ 2നെ 2 കൊണ്ട് ഗുണിച്ചപ്പോൾ 4 ആണ്. അതിനോട് 1 കൂട്ടിയപ്പോഴാണല്ലോ 5 കിട്ടിയത്. 2നെ 2 കൊണ്ട് ഗുണിച്ചു, അതിനോട് 1 കൂട്ടിയപ്പോൾ എനിക്ക് 5 കിട്ടി. ശരിയാണോ? ആണ്. ഇനി അടുത്ത് നോക്കാം. അടുത്ത 5 ആണ്. ഞാൻ 5നെയും ഇതുപോലെ 2 കൊണ്ട് ഗുണിച്ചു, അപ്പോൾ നമുക്ക് 10 കിട്ടുക. പക്ഷെ നമുക്ക് ഇവിടെ 9 തന്നത്. അങ്ങനെയാണെങ്കിൽ ആ കിട്ടിയ 10ൽ നിന്നും 1 കുറച്ചപ്പോൾ നമുക്ക് 9 കിട്ടൂലേ? 5 ഗുണിക്കണം 2 എന്ന് വെച്ചാൽ 10, അതിൽ നിന്നും 1 കുറച്ചപ്പോൾ നമുക്ക് 9 കിട്ടി. എന്തൊരു ബന്ധം ഉണ്ടാവും. അടുത്തതിലേക്ക് നമുക്ക് പോയി കഴിഞ്ഞാൽ നോക്കിക്കോ, അടുത്ത നമ്പർ നമുക്കിതാ 9 കിട്ടിയ, നെക്സ്റ്റ് 19 വേണ്ടത്. നോക്കാം. അടുത്ത നമ്പർ ഇവിടെ 9 ആയതുകൊണ്ട് ഞാൻ 2നെ 9 കൊണ്ട് ഗുണിച്ചു, 18 വരിക. നമുക്ക് 19 വേണ്ടത്. അങ്ങനെയാണെങ്കിൽ അതിനോട് 1 കൂട്ടിയാൽ 19 ആവൂലേ? ആകും. അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്ത 37 കിട്ടേണ്ടത്. നോക്കാം. ഞാൻ 2നെ 19 കൊണ്ട് ഗുണിച്ചു, തൊട്ടടുത്ത നമ്പറായ 19 കൊണ്ട് ഞാൻ ഗുണിക്കുന്നു. 2നെ 19 കൊണ്ട് ഗുണിച്ചപ്പോൾ എനിക്ക് എത്ര കിട്ടി? 19 ഇരട്ടിയാണ്, 38 ആണ്. പക്ഷേ അതിൽ നിന്ന് 1 കുറച്ചാലേ നമുക്ക് ഇവിടെ തന്ന നമ്പറായ 37 കിട്ടും. അപ്പോൾ ബന്ധം മനസ്സിലായി. ആദ്യത്തെ സംഖ്യയുടെ ഇരട്ടിയിൽ നിന്ന് 1 കൂട്ടിയപ്പോൾ രണ്ടാമത്തെ കിട്ടി. ഇതിൻ്റെ ഇരട്ടിയിൽ നിന്ന് 1 കുറച്ചപ്പോൾ മൂന്നാമത്തെ കിട്ടി. ഇതിൻ്റെ ഇരട്ടിയിനോട് വീണ്ടും 1 കൂട്ടിയപ്പോൾ അടുത്തത് കിട്ടി. ഇതിൻ്റെ ഇരട്ടിയോട് 1 കുറച്ചപ്പോൾ അടുത്തത് കിട്ടി. അപ്പോൾ 1 കൂട്ടുന്നു 1 കുറക്കുന്നു, 1 കൂട്ടുന്നു 1 കുറക്കുന്നു. അപ്പോൾ അടുത്ത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിൻ്റെ ഇരട്ടിയോട് 1 കൂട്ടണം അല്ലേ? കൂട്ടൽ കുറക്കൽ കൂട്ടൽ കുറക്കൽ. അപ്പോൾ അടുത്തത് കൂട്ടലാണ് വേണ്ടത്. നോക്കാം. 37ൻ്റെ ഇരട്ടി വെച്ചാൽ 37 ഗുണിക്കണം 2, അതിനോട് 1 കൂട്ടിയാൽ നമ്മൾ ഉത്തരമായി. 37ൻ്റെ ഇരട്ടി എന്ന് വെച്ചാൽ എത്രയാണ്? 37 × 2. 37 ഗുണിക്കണം 2 എത്ര വരും? വളരെ സിമ്പിളായിട്ട് കിട്ടും. 74 ആണ്. അതിനോട് നിങ്ങൾ 1 കൂട്ടിയാൽ കിട്ടുന്നത് 75 ആണ് നമ്മുടെ ആൻസർ. 75 75 ആണ്. ഇവിടെ ഇതാ ഓപ്ഷൻ എ തന്നെയാണ്. 75 ആണ് നമ്മുടെ ആൻസറായിട്ട് ഇവിടെ വരിക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കാര്യം. അടുത്ത ഒരു ക്വസ്റ്റിലേക്ക് പോകുന്നു. ഇതാ ABC ഇവർ ഒരുമിച്ച് ഒരു ജോലി 8 മണിക്കൂർ കൊണ്ട് തീർക്കും. 20 മണിക്കൂർ എടുത്താൽ എക്ക് മാത്രമായി ജോലി തീർക്കാം, 24 മണിക്കൂർ എടുത്താൽ ബിക്ക് മാത്രമായിട്ട് ജോലി തീർക്കാം. എങ്കിൽ സിക്ക് മാത്രമായി ഈ ജോലി എത്ര മണിക്കൂർ കൊണ്ട് തീർക്കാം എന്നാണ് ചോദിച്ചത്. ഇത് നമ്മുടെ വർക്ക് ആൻഡ് ടൈം എന്ന് പറയുന്നൊരു സെഷനാണ്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. നമുക്ക് എഫിഷ്യൻസി ഒക്കെ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അറിയാത്തവരാണ് ആ ടോപ്പിക് എന്തായാലും പഠിക്കണം. ഓക്കെ, ഇതിപ്പോൾ ഒരു വർക്കൗട്ട് സെഷൻ മാത്രമാണ്. ടോപ്പിക്ക് നമ്മൾ എന്തായാലും പഠിച്ചേ പറ്റൂ. നോക്കാം, ശരിയാക്കാം. ഇവിടെ 3 ആളുകളുണ്ട്, എയും ബിയും സിയും. അവർ 3 ആളും ഒരുമിച്ചിട്ട് ഒരു ജോലി 8 മണിക്കൂർ കൊണ്ട് തീർക്കുമെന്നാണ് പറയുന്നത്. അതായത് ഇതാ അപ്പോൾ ശരിക്കും നോക്ക്, എ ആണ്. എ എന്ന് പറയുന്ന ആളുണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. എയും ബിയും സിയും അവർ 3 ആളും കൂടെ ഒരു ജോലി തീർക്കാൻ ആവശ്യമുള്ള സമയം 8 മണിക്കൂറാണ്. എന്നാൽ എ ഒറ്റയ്ക്ക് ആ ജോലി എടുക്കാൻ ആവശ്യമുള്ള ടൈം എത്ര? 20 മണിക്കൂറാണ് വേണ്ടത്.
അതുപോലെ ബി ഒറ്റക്കാണെങ്കിൽ ആ ബിക്ക് ഒറ്റക്ക് ആ പണി ചെയ്ത് തീർക്കാൻ 24 മണിക്കൂർ വേണം. മൂന്നാളും കൂടെ ഒരുമിച്ചപ്പോഴാണ് നമുക്കിവിടെ 8 മണിക്കൂർ സമയം കുറഞ്ഞു കിട്ടിയത് അല്ലേ. നിങ്ങളോട് ചോദിച്ചത് അങ്ങനെയാണെങ്കിൽ ഇവരെ പോലെ തന്നെ സിയും ഒറ്റക്ക് പണിയെടുക്കാൻ തുടങ്ങിയാൽ എത്ര മണിക്കൂർ കൊണ്ട് ആ പണി തീർക്കാൻ പറ്റുമെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇങ്ങനെ നോക്കാം, നമുക്ക് 28, 30, 26, 32 ഒക്കെ കാണും, നമുക്ക് കൺഫ്യൂഷൻ വരും. അപ്പോൾ കൃത്യമായിട്ടുള്ള ആൻസറിലേക്ക് നമുക്ക് പോകേണ്ടതായിട്ടുണ്ട് അല്ലേ. ഇതുപോലുള്ള സാധനങ്ങൾ ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ, വളരെ എളുപ്പത്തിൽ ഞാൻ ഒരു ട്രിക്ക് പറഞ്ഞുതരാം. നോക്ക്, ഇവിടെ മൂന്നാളും കൂടി കൂടിയിട്ടല്ലേ, എയും ബിയും സിയും കൂടെ കൂടിയിട്ട് 8 മണിക്കൂർ വേണം എന്ന് പറഞ്ഞു. എക്ക് ഒറ്റയ്ക്ക് 20 ആണ്, ബിക്ക് ഒറ്റയ്ക്ക് വരുന്നത് 24 ആണല്ലോ. അപ്പോൾ ഈ 3 നമ്പർ നിങ്ങൾ നോക്കുക. ഇപ്പോൾ തൊട്ട് മുന്നേ നമ്മൾ ചെയ്ത പോലെ ഇതിൻ്റെ മൂന്നാളുടെയും LCM എത്രയാണ്, ലസാഗു എത്രയാണ് നിങ്ങൾ നോക്കുക. അത് വെച്ചുകൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. LCM കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ 3നെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഒരുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റണം. ഓക്കെ, ഈ 3 സംഖ്യ കൊണ്ടും നമുക്ക് ഒരുപോലെ ഹരിക്കാൻ, പൂർണ്ണമായി ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവരുടെ LCM നിങ്ങളിങ്ങനെ വെറുതെ ആലോചിച്ച് നോക്കുക. ഇപ്പം ഞാൻ ഉദാഹരണത്തിന് 24 എന്ന് പറഞ്ഞ സംഖ്യ LCM ആയിട്ട് എടുക്കുന്നു. 24 കൊണ്ട് നമുക്ക് പൂർണ്ണമായി ഹരിക്കാം, 8 കൊണ്ട് ഹരിക്കാം, പക്ഷേ 20 കൊണ്ട് പറ്റില്ലല്ലോ, നടക്കൂല. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു നമ്പർ 120. 120 എന്ന് പറഞ്ഞൊരു സംഖ്യ, നേരത്തെ പോലെ LCM നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതി കണ്ടുപിടിക്കാം. 120 നോക്കിയേ, അതിന് 24 കൊണ്ട് നമുക്ക് ഹരിക്കാൻ പറ്റൂലേ, 20 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ പറ്റൂലേ, 8 കൊണ്ടും പറ്റൂലേ, തീർച്ചയായിട്ടും പറ്റും അല്ലേ. 4 എത്രയാണ് കൃത്യമായിട്ട് നമുക്ക് പിന്നെ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് ആൻസറിലേക്ക് എത്താനും കൂടെ പറ്റും അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആൻസറിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ ഇവിടെ ഈ LCM എന്ന് പറയുന്നത് 120 എന്ന് വെച്ചാൽ ശരിക്കും നമ്മൾ എഫിഷ്യൻസി ആയിട്ടാണ് എടുക്കുന്നത്. എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഇവിടെ ഇവരിങ്ങനെ 8 മണിക്കൂർ, 20 മണിക്കൂർ, 24 മണിക്കൂർ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ LCM ആയിട്ട് ഉദ്ദേശിക്കുന്ന സാധനം എന്താണെന്ന് അറിയോ, ഇവിടെ ശരിക്കും മനസ്സിലാക്കുക. 120 എന്ന് പറയുന്ന സാധനം ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ നമ്മുടെ ആകെ ജോലിയാണ്. അവിടെ ആകെ 120 ജോലി ഉണ്ട് എന്ന് നിങ്ങൾ ഉറപ്പിക്കുക, മനസ്സിലാക്കുക. ഓക്കെ, 120 ജോലിയാണ് അവിടെ ആകെ ഉള്ളത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ക്ലിയർ? ആ 120 ജോലി ചെയ്ത് തീർക്കാനാണ് ഇവർക്ക് മൂന്നാൾക്കും കൂടിയിട്ട് 8 മണിക്കൂർ വേണ്ടത്. എക്ക് മാത്രമായി 20 മണിക്കൂർ വേണം, ബിക്ക് മാത്രമായിട്ട് 24 മണിക്കൂർ വേണം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്ന കാര്യം, ആകെ ജോലി 120 അവിടെ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ 120നെ 8 കൊണ്ട് നമുക്ക് ഹരിക്കാമല്ലോ. ഇങ്ങനെ ഈ 120നെ 8 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് ഈ 3 പേർക്കും കൂടി 1 മണിക്കൂറിൽ ചെയ്യുന്ന ജോലി എത്രയാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടും. 8 മണിക്കൂർ കൊണ്ട് ഈ 3 പേരും കൂടെ ചെയ്യുന്ന ആകെ ജോലിയാണ് 120. അങ്ങനെയാണെങ്കിൽ 120നെ നിങ്ങൾ എന്ത് ചെയ്യുക, 8 കൊണ്ട് ഹരിക്കുക. 120നെ 8 കൊണ്ട് ഹരിക്കുക. 120നെ 8 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എത്ര കിട്ടും, 15 അല്ലേ. 10 ഗുണിക്കണം 8 80 ആണ്, 8 5 40 ആണ്. അപ്പോൾ 120 കിട്ടും. 15 കിട്ടുക ആണല്ലോ, ആണ്. അപ്പോൾ 15 എന്ന് മനസ്സിലായി. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയോ, 3 പേർക്കും കൂടിയിട്ട് ഈ 120 പണി 8 മണിക്കൂർ കൊണ്ട് തീർക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ 3 പേരും കൂടെ ഈ പണി തന്നെ 1 മണിക്കൂർ കൊണ്ട് പിന്നെ അവർ തീർക്കുന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായേ? ക്ലിയർ ആവുന്നില്ലേ? അപ്പോൾ ശരിക്കും മനസ്സിലാക്കേണ്ടത് 8 മണിക്കൂർ കൊണ്ടാണ് ഇവർ 3 പേരും 120 പണിയാണ് തീർക്കുക. അങ്ങനെയാണെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് ഇവർ എത്ര പണി തീർക്കുന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, 15 പണിയാണ് അവർക്ക് ആവശ്യമുള്ളത്. ഓക്കെ, അടുത്തത് 120ന് 20 കൊണ്ട് നിങ്ങൾ ഹരിക്കുക. 120ന് 20 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എത്ര കിട്ടും, 6 അല്ലേ കിട്ടുക, 6. അതായത് എ എന്ന് പറയുന്ന ആൾ ഈ 120 പണിയും തീർക്കാൻ 20 മണിക്കൂർ വേണം. അങ്ങനെയാണെങ്കിൽ 1 മണിക്കൂറിൽ ആ എ എന്ന് പറയുന്നത് എത്ര പണി തീർക്കുന്നതാണ് ചോദിക്കുന്നത്. ഓക്കെ, അത് 6 പണിയാണ്. അതാണ് എഫിഷ്യൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി 24 ഹരിച്ചാലോ, 120 ഹരിക്കണം 24 എത്രയാണ് വരിക, 5 അല്ലേ വരിക, 5 ആണ് വരിക അല്ലേ, 5 ആണ് വരിക. ഇതിൻ്റെ അർത്ഥം 120 പണി ബിക്ക് ഒറ്റക്ക് തീർക്കാൻ 24 മണിക്കൂർ ആവശ്യമുണ്ട്. എന്നാൽ 1 മണിക്കൂർ കൊണ്ട് ഈ ബി എന്ന് പറയുന്നത് എത്ര പണിയെടുക്കുന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, 5 പണിയാണ് എടുക്കുക. ഇതാണ് ഇതിൻ്റെ ഉദ്ദേശം. ഓക്കെ, ഇത് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കിട്ടും. സിമ്പിളാണ്. എന്താണെന്നറിയോ, വളരെ എളുപ്പത്തിൽ കിട്ടും. അതായത് എയും ബിയും സിയും കൂടെ കൂട്ടിയപ്പോൾ ആകെയുള്ളത് അവരുടെ എഫിഷ്യൻസി 15 ആണ്. അതായത് 1 മണിക്കൂറിൽ അവർ മൂന്നാളും കൂടെ 15 പണിയെടുക്കും. ഇവിടെ എയും ബിയും കൂടെ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും, 1 മണിക്കൂർ കൊണ്ട് എടുക്കുന്ന പണിയാണ് 6ഉം 5ഉം കൂട്ടിയ 11 പണിയാണ് അവരെടുക്കുക. അതായത് മൂന്നാളും കൂടെ 1 മണിക്കൂറിൽ 15 പണിയാണ് എടുക്കുന്നത്. എന്നാൽ 2 പേരും കൂടെ കൂടിയാൽ 6 കൂട്ടണം 5 വെച്ചാൽ 11 പണിയാണ് 1 മണിക്കൂറിൽ എടുക്കുക. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് സി 1 മണിക്കൂർ കൊണ്ട് എടുക്കുന്ന പണി കിട്ടൂലേ. 1 മണിക്കൂർ കൊണ്ട് എയും ബിയും സിയും കൂടെ 15 പണിയെടുക്കും, എയും ബിയും കൂടെ 11 പണിയെടുക്കും. അപ്പോൾ സി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ 15ൽ നിന്നും ഈ 11 കുറച്ചാൽ പോരെ, ആൻസർ 4 പണിയാണ് കിട്ടുക അല്ലേ. അപ്പോൾ സി 1 മണിക്കൂറിൽ എടുക്കുന്നത് 4 പണിയാണ്. അങ്ങനെയാണെങ്കിൽ ആ സിക്ക് ആകെ ഉള്ള 120 പണിയും തീർക്കാൻ എത്ര മണിക്കൂർ വേണം എന്നല്ലേ ഇവിടെ ഉദ്ദേശിച്ചത്. അതിന് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയോ, അതുകൊണ്ട് സിക്ക് ആവശ്യമായുള്ള പണി വെച്ചാൽ ഇതാ ആകെയുള്ള 120നെ ഈ 4 കൊണ്ട് ഹരിച്ചാൽ മതി. 120നെ 4 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും നോക്കുക, എത്ര കിട്ടുക, 120ന് 4 ഇതാ 12 എത്ര 4 ഉണ്ട്, 3 എണ്ണം, 3 4 12. അപ്പം 30 മണിക്കൂറാണ് എടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നതാ ഓപ്ഷൻ ബി ആണ് 30 എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ.
മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ ഓരോരോ മണിക്കൂറിൽ ഇതാകും ഇവർ 3 പേരും കൂടിയിട്ട് 1 മണിക്കൂറിൽ എടുക്കുന്ന പണിയാണ് 15 പണി. മനസ്സിലായില്ലേ? ഇത് 8 മണിക്കൂർ കൊണ്ട് ഈ മൊത്തം പണി തീർക്കുന്നേ പറഞ്ഞിട്ടുള്ളൂ. എ 1 മണിക്കൂറിൽ എടുക്കുന്നതാണ് 6 മണി, ബി 1 മണിക്കൂറിൽ എടുക്കുന്നതാണ് 5 മണി. മൂന്നാളും കൂടിയിട്ട് 15 മണി എടുക്കും. അങ്ങനെയാണെങ്കിൽ സി മാത്രം കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഈ രണ്ടും കൂടെ കൂട്ടുക, ആ ടോട്ടലിൽ നിന്ന് കുറച്ചാൽ മതി. അപ്പോൾ 4 മണിന്ന് കിട്ടും. അങ്ങനെ സിയുടെ ശരിക്കുള്ള എത്ര മണിക്കൂർ എടുക്കും നോക്കാൻ എന്ത് ചെയ്യുക? ടോട്ടൽ എഫിഷ്യൻസിയായി 120 പണിയെ 4 മണി കൊണ്ട് ഹരിച്ചാൽ മതി, 30 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഇത്രയും ചോദ്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. നമ്മളെ ടൈം ഒരുപാടായിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സമയമാകുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ബോറടിക്കും. നമുക്ക് എന്ത് ചെയ്യാം? ബാക്കിയുള്ള ചോദ്യങ്ങൾ വരുന്ന ദിവസങ്ങൾ ഇനിയിപ്പോൾ നമ്മൾ മെല്ലെ സ്പീഡാവും. നിങ്ങളുടെ ടോപ്പിക് കൂടെ പഠിക്കുന്ന സമയത്ത് സ്പീഡാവും. അതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറച്ചധികം ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് സ്പീഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറ്റുന്നുണ്ട്, ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മാറ്റം വരുന്നത്, സ്പീഡ് കൂട്ടണോ സ്പീഡ് കുറക്കണോ എല്ലാ കാര്യങ്ങളൊക്കെ വേണം നിങ്ങൾ കമൻറ്റ് ചെയ്യാം. അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് കാര്യങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രദ്ധിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം. ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു അല്ലെങ്കിൽ കവർ ചെയ്യുന്നുണ്ട് എന്നുള്ള ആളുകളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് അത് അറിയിക്കാനും കൂടെ ശ്രദ്ധിക്കണം. ഓക്കെ, അടുത്ത ദിവസം കാണാം. താങ്ക് യു.